ഞാൻ ലോകം കണ്ടു അല്ലെങ്കിൽ ഒത്തിരി രാജ്യങ്ങളുടെ യാത്ര ചെയ്തു എന്ന് ആളുകൾ പറയുമ്പോഴും ഞാൻ സ്വയം അഭിമാനിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ ഏറ്റവും അധികം ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കുന്നതാണ്. കാരണം ഞാൻ ഏത് രാജ്യത്ത് പോയാലും, ആ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലേക്ക്, ഏത് പ്രൊവിൻസിലേക്ക് പോയാലും രാത്രി ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എൻ്റെ ജോലി ആ ഹോട്ടൽ മുറിയിലെ ടെലിവിഷനിൽ ആ നാട്ടിലുള്ള പ്രാദേശിക ചാനൽ വരെയുള്ള ചാനലുകളെ കാണുക, പറ്റുമെങ്കിൽ പുലർച്ചയോളം കാണുക, അവരുടെ ടെക്നോളജി എന്താണെന്ന് പഠിക്കുക, അവർ ചെയ്യുന്ന പരിപാടികൾ എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ നാടിന് ഗുണമുള്ള ആശയങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക. അതിലൊപ്പം ചിന്തിക്കും, ട്രാവലിൻ്റെ ഒരു ചാനൽ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവരെന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന അമൃതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് എന്നെ ഈ സ്നേഹപൂർവ്വം ആദരിക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് അവാർഡ് തന്നയാളെക്കുറിച്ചും രണ്ടു വാക്ക് പറയാതെ തരവില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ കണ്ട ഒരു അഭിമുഖ പരിപാടിയുണ്ട്. നാളത്തെ കേരളം എന്തായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ. നമുക്കറിയാം, അത്തരം ചിന്തകൾ കേൾക്കാനില്ലാത്ത ഒരു കാലത്ത് ജീവിക്കുന്നു നമ്മൾ. രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും മാത്രം വാചക കസർത്തുകൾ കേൾക്കുന്ന ഒരു കാലത്ത് ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരു ആളെ, ഒരു നേതാവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആദരവ് അദ്ദേഹത്തോട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. ആ ആദരവ് ഞാനിവിടെ വെച്ച് അങ്ങേ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി നാളെ കേരളത്തിൽ നടപ്പാക്കിയാൽ കേരളം നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, ഞാൻ സഞ്ചാരത്തിലൂടെ കാണിച്ച് ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ, കഴിഞ്ഞ 27 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നടപ്പാക്കാൻ നമ്മുടെ വരുന്ന ഭരണാധികാരികൾക്ക് കഴിയട്ടെ, അത്തരം ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. സാർ, നിർത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് യാത്രകൾ. സതീശൻ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരുപാട് യാത്രകൾ ചെയ്ത് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോകണം എന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ, ലോകത്തെ പല സ്ഥലങ്ങളും നമ്മുടെ അടുത്ത് കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണല്ലോ, ഒരു സ്ഥലം കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ആ സ്ഥലം? ഞാൻ ഇതേ ചോദ്യം എന്നോട് ഒരു 20 കൊല്ലം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്ന സ്ഥലമായിരിക്കില്ല ഓരോ വർഷം കഴിയുമ്പോഴും എന്നോട് ചോദിച്ചാൽ പറയുക. കാരണം ഓരോ യാത്രയും കഴിയുമ്പോൾ, സത്യം പറയട്ടെ, അതൊക്കെ നമ്മളെക്കാൾ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും കഴിയുമ്പോൾ എനിക്ക് ഈ നാട് പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടൊന്ന് നമ്മുടെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ കേരളത്തിൻ്റെതായ ചില ചിന്താ രീതികൾ അല്ലെങ്കിൽ ചില ഐഡിയോളജികളൊക്കെ ഒരു കാലത്തുണ്ടായിരിക്കുകയും എന്നാൽ ഇന്ന് ലോകത്തെ പിടിച്ചു നിർത്താൻ കരുത്താർജിക്കുകയും ചെയ്ത ഒരു രാജ്യമുണ്ട്, ചൈന. ഞാൻ പറയുന്നു, നമ്മൾ ചൈനയൊന്ന് പോയി കാണണം. നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നും അല്ല ചൈന. ചൈനയുടെ ഉള്ളിലേക്ക്, ചൈനയുടെ നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നൂതനമായ ആശയങ്ങളും വ്യക്തമായ വിഷനും അതിഗംഭീരമായ സ്വപ്നങ്ങളുമായിട്ട് കുതിക്കുന്നൊരു രാജ്യമാണ്. ഒരു സംശയം വേണ്ട, അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് അമേരിക്കയൊക്കെ ഇവർ മറികടക്കും. കാരണം അമേരിക്കയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയൊന്ന് കണ്ടിരിക്കേണ്ടത് നല്ലതാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിനകത്തല്ലെങ്കിലും ചൈനയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.